വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യം ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ വിപ്പിംഗ് ക്രീം റെഡിമെയ്ഡ് മേടിക്കുകയാണെങ്കിൽ അതൊന്ന് ബീറ്റർ വെച്ച് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായ പാൽ, വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പാലിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പൗഡറിനനുസരിച്ച് എടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ പാൽ യൂസ് ചെയ്യാം. നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം റെഡിയായത് നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ എന്നിവ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് 3 തവണ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം 3 തവണ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മുട്ട എടുത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുവിധം ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർക്കാം. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയത്ത് ഞാനിതിലേക്കൊരു 1/4 കപ്പ് പാൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു അടച്ചു വെച്ച പാത്രം 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കണം. ശേഷം അതിലേക്ക് നമ്മളുടെ ഈ ബാറ്റർ വെച്ച് കൊടുക്കാം.
ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ കേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു 2 ലെയറാക്കി എടുക്കാം. ഇനി നമ്മളുടെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആദ്യം വെച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ശേഷം അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം, വീണ്ടും അടുത്ത ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് വിപ്പിംഗ് ക്രീം കേക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ച് വിപ്പിംഗ് ക്രീം കൊണ്ട് നമുക്കൊരു ഡിസൈനും വരച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.